ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു വിശുദ്ധനാണ് കാഞ്ഞൂർ സെന്റ് മേരീസ് പള്ളിയിൽ പ്രധാനമായി തിരുനാൾ ആഘോഷിക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻ. 1790 ടിപ്പു സുൽത്താൻ പള്ളി ആക്രമിക്കാൻ എത്തിയപ്പോൾ അനേകർ ഓടിക്കൂടി വിശുദ്ധനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. പെട്ടെന്ന് ഒരു അശരീരി കേട്ടു, എന്നെ ഇവിടെ ഇരുത്താൻ അനുവദിക്കില്ലേ? ഈ സ്വരം കേട്ട് ഭയന്ന് ടിപ്പു സുൽത്താനും പടയും തിരിഞ്ഞോടി. ശക്തൻ തമ്പുരാൻ പള്ളിയുടെ മുന്നിൽ കൂടി എഴുന്നള്ളത്ത് നടത്തിയപ്പോൾ നടയിലിരുന്ന ഒരാൾ എഴുന്നേറ്റില്ല. കോപിഷ്ഠനായ അദ്ദേഹം പടിപ്പുര തകർക്കാൻ ആജ്ഞാപിച്ചു. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് സ്വന്തം ഭവനത്തിൻ്റെ പടിപ്പുര ആന കുത്തിമറിക്കുന്നതാണ്. അനുതാപത്തോടെ ഒരാന വിളക്കും തുടൽ വിളക്കും കാഞ്ഞൂർ പള്ളിക്ക് തമ്പുരാൻ സമ്മാനിച്ചു. ഇന്നും ആ ആന വിളക്കിൽ എണ്ണയൊഴിച്ച് നേർച്ച നിറവേറ്റുന്നുണ്ട്. ആ എണ്ണ അനേകർക്ക് രോഗശാന്തിക്ക് കാരണമാകുന്നുമുണ്ട്. രൂപം എഴുന്നള്ളിക്കുമ്പോൾ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് കാണാം. ഡയോക്ലീഷ്യൻ ചക്രവർത്തി സെന്റ് സെബാസ്റ്റിനെ ഗദയ്ക്കടിച്ച് കൊന്നപ്പോൾ ആ ശരീരം മറ്റാരും എടുത്തുകൊണ്ടുപോകാതെ കാവൽ നിന്നത് പരുന്തുകളാണ്. ഇന്നും കാഞ്ഞൂർ പള്ളിയിൽ രൂപം എഴുന്നള്ളിക്കുമ്പോൾ ആകാശത്തിൽ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നു. സ്നേഹമുള്ളവരെ, അമ്പെഴുന്നള്ളിക്കലാണ് പ്രധാന നേർച്ച. അവിടെ മുൻപിൽ സ്ഥാപിതമായ കൽക്കുരിശും അതുപോലെ തന്നെ അവിടെ സ്ഥാപിതമായ മാമോദീസ തൊട്ടിയും ഒറ്റ കല്ലിൽ സ്ഥാപിതമാണ്. ഭാരതീയ, പേർഷ്യൻ, പോർച്ചുഗീസ് കലകൾ ഒരുമിച്ചതാണ് അവിടുത്തെ എല്ലാ പണികളും. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയാം. കാഞ്ഞൂർ പുണ്യവാളൻ നമ്മുടെയും വിശുദ്ധനാണ്. അനേകായിരങ്ങൾ അനുഗ്രഹം തേടിയെത്തുമ്പോൾ നമ്മളും അതിൽ ഒരു വ്യക്തിയായി മാറണ്ടേ? നമുക്ക് ദൈവസന്നിധിയിൽ ശിരസ് നമിക്കാം, അനുഗ്രഹം യാചിക്കാം. ആമേൻ.